Say no to drugs. Walk against drug. Run against drug. ഇങ്ങനെയുള്ള കുറേ ഓട്ടക്കാരെയും ഡ്രഗ് ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള ചില ക്യാമ്പയിൻസ് വളരെ നല്ലത് തന്നെ. വെരി ഗുഡ്, വെരി നൈസ്. ബോധവൽക്കരണ ക്ലാസ് വെരി ഗുഡ്. പക്ഷേ എത്രമാത്രം ഇത് സക്സസ്ഫുൾ ആകുന്നു, നമ്മുടെ സമൂഹത്തിൽ നിന്നും കഞ്ചാവ് ഉപയോഗം, ഈ ഡ്രഗ്സിൻ്റെ ദുർവിനിയോഗം നശിപ്പിക്കാൻ സാധിക്കും, ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. കുറേ പ്രകടനങ്ങൾ, പ്രഹസനങ്ങൾ കാണിക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം ദുർവിനിയോഗം ഓടിച്ചു കളയാൻ സാധിക്കുമോ? ചോദ്യം മുന്നിലുണ്ട്. ചെറിയ പ്രായം മുതൽ തന്നെ കുഞ്ഞ് മനസ്സിൽ ദൈവവിശ്വാസം, ദൈവത്തിൻ്റെ പാതയിൽ നന്മയുടെ ഗുരുത്വമുള്ള ബുദ്ധി, വെളിച്ചമുള്ള വിവേകം, ആധ്യാത്മികമായ അറിവ്, അതാണ് അതിൻ്റെ പരിഹാരം. കപ്പല് അതിന് നങ്കൂരമിട്ട് ആങ്കറിങ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ അത് കടലിൽ ഒഴുകി പോകും, തോന്നിയതുപോലെ. എന്നതുപോലെ ഒരു ആങ്കറിങ് ആണ് നമ്മിലെ ശരിക്കുമുള്ള നാം എന്ന ലഹരി. അതാണ് അനുഭവം ആയി ഉണ്ടായിരിക്കേണ്ടത്. അതിനാണ് മെഡിറ്റേഷൻ, ധ്യാനം. അപ്പം നമുക്ക് അറിവിൻ്റെ മുത്തുകൾ, പേൾസ് ഓഫ് വിസ്ഡം, ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ മുഖത്തലയിൽ ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ അവയർനെസ് പ്രോഗ്രാം, മതവിശ്വാസങ്ങൾക്കും അപ്പുറം ഏത് വിശ്വാസവും അവിശ്വാസവും നിരീശ്വരവാദവും യുക്തിവാദവും ഉള്ളവർക്കൊക്കെ സ്വാഗതം. അതിനെല്ലാം അപ്പുറം നാം, നമ്മിലെ മനുഷ്യത്വം, നാം എന്ന മനുഷ്യവർഗം, വർഗഗുണം ആണ് തിരിച്ചറിയേണ്ടത്. അതിന് ധ്യാനം ചെയ്യണം. ശരിക്കുമുള്ള മെഡിറ്റേഷൻ അത് അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ക്രാഫ്റ്റഡ് ആകണം, മോൾഡ് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ അവർ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന തിരിച്ചറിവുള്ള, എനിക്ക് വേണ്ട, എൻ്റെ ലഹരി നന്മയുടെയും ദൈവീകമായിട്ടുള്ള ഉയർന്ന ലഹരി മതി, ബോധത്തോടു കൂടി ഞാൻ ഭൂമിയിൽ ജീവിക്കും, എൻ്റെ ഈ ബോധം ലോകർക്ക് ഞാൻ നൽകും.
അതാണ് ശബ്ദം ചെയ്യേണ്ടത്. അപ്പോൾ അതിനാൽ പ്രഹസനങ്ങളും പ്രകടനങ്ങളും നോ ടു ഡ്രഗ്സ് ഒക്കെ നല്ലതാണ്. പക്ഷേ അത് കേവലം ഒരു പ്രഹസനമായിട്ട് മാത്രം ആയി പോകുന്നു. വെറുതെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി, റോഡിൽ ഒരു റാലി നടത്തി, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ബോധവൽക്കരണം വേണം സമൂഹത്തിൽ. അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം. പക്ഷേ ഏതോ ഒരു ദിവസം ആരൊക്കെയോ ചേർന്ന് എന്തോ ഒരു പരസ്യം പോലെ പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രം ഡ്രഗിൻ്റെ ഉപയോഗം, അതിൻ്റെ വേരുകൾ അറുത്ത് മുറിച്ച് കളയാൻ സാധിക്കുമോ? നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക. ഈ പ്രകടനങ്ങൾ നടത്തുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ശരിക്കുമുള്ള വഴിയിലേക്ക് സഞ്ചരിച്ച് വരേണ്ടതുണ്ട്. അതിനാണ് മെഡിറ്റേഷൻ, ധ്യാനം. നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരും, മുഖത്തലയിൽ. ശരിക്കുമുള്ള നിങ്ങളെ അറിയുമ്പോൾ പിന്നെ മദ്യപാനം, പുകവലി, കഞ്ചാവ് ഇതിൻ്റെ പുറകിലൊന്നും പോവില്ല. നന്മയുടെ, നല്ലതിൻ്റെ വഴിയിൽ ആ പരാശക്തി, പരമമായ സത്യം, അതാണ് നമ്മുടെ ശക്തി. അപ്പോൾ നമ്മൾ മുത്തുകൾ ആകണം. അത് മുത്തുമാരി അമ്മൻ, നമ്മിലെ ആ ദൈവീകത്വം, അതാണ് മാർഗം. വരിക.